കഴിഞ്ഞ ബർത്ത്ഡേ തൻ്റെ ചുറ്റിനും തനിക്ക് പ്രിയപ്പെട്ടവരെല്ലാവരും ഉണ്ടായിട്ടും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനെ നഷ്ടപ്പെട്ട സങ്കടത്തിൽ കേക്ക് പോലും അന്ന് കഴിച്ചില്ല. കഴിക്കാൻ തോന്നിയില്ല എന്നോ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയവനെ തിരികെ കിട്ടിയപ്പോൾ ബാക്കിയെല്ലാവരും തൻ്റെ ബർത്ത്ഡേ മറന്നോ? മുകളിലെ അവളുടെ റൂമിൽ നിന്നുകൊണ്ട് നിശബ്ദമായി ഒഴുകുന്ന നദിയിലേക്ക് നോക്കിക്കൊണ്ടവൾ ആലോചിച്ചു. ഏയ്, അച്ചമ്മ മറന്നിട്ടില്ല. ഹാള് നാളേക്ക് എന്തേലും ഒപ്പിക്കുമെന്നുറപ്പാ. എന്നാൽ പിന്നെ മറ്റ് ചിന്തകൾ ഒന്നുമില്ലാതെ സ്വസ്ഥമായി ഒന്നുറങ്ങിയേക്കാം. നച്ചുവിനെ ഒന്ന് വിളിച്ചു നോക്കണമെന്ന് 100 തവണ ചിന്തിച്ചു. ഇനി അവൾ ആ അറ്റ്മോസ്ഫിയറായിട്ട് അഡ്ജസ്റ്റ് ആയെങ്കിൽ ഇനി ഞാനായിട്ട് സങ്കടപ്പെടുത്തേണ്ട, അവൾ സ്വയം ചിന്തിച്ചുകൊണ്ട് ബെഡിലേക്ക് വന്നു കിടന്നു. കണ്ണടച്ചതും അവൾ പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് വീണുപോയിരുന്നു. 2-3 ദിവസത്തെ പെൻഡിങ് ഉറക്കം ഉണ്ടല്ലോ. നല്ല ഉറക്കത്തിലേക്ക് ആഴ്ന്നു പോയിരുന്ന നച്ചു ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് ചാടി എഴുന്നേറ്റു. സമയം ഷാർപ്പ് 12 AM. നച്ചു കോളിംഗ്. ഐ നോടാ, എനിക്കറിയായിരുന്നു നിന്റെ കോളാവും ഫസ്റ്റ് എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അവൾ സ്ക്രീനിൽ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഹലോ, ഹാപ്പി ബർത്ത്ഡേ മൈ ബേബി ഗേൾ. നച്ചുവിൻ്റെ ഒത്തിരി ഉമ്മകളോട് കൂടിയ ബർത്ത്ഡേ വിഷ് കേൾക്കുന്നതേ ഒരു സുഖമാണ്. സ്ഥിരമായി ബർത്ത്ഡേക്ക് മുടങ്ങാതെയുള്ള ഈ ഉമ്മകൾ എപ്പോഴും കിച്ചുവിന് സ്പെഷ്യലായിരുന്നു. ഉറങ്ങിയില്ലേ നച്ചു നീ? ഉറങ്ങാനോ? നിന്റെ ചേച്ചിക്ക് പ്രാന്താടി, നല്ല 1-ാം തരം പ്രാന്ത്. നല്ലൊരു ഫസ്റ്റ് നൈറ്റ് അല്ലേടി ഇന്ന്. 9 മണിക്കാവും അവളെ പാലുമായി റൂമിലേക്ക് കയറ്റി വിട്ടതാ. നിന്നെ വിളിച്ച് വിഷ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ സമയം വരെ ഇവിടെ തെക്ക് വടക്ക് നോക്കിയിരിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഉറക്കം വരുന്നടി. നിനക്കിപ്പോൾ തന്നെ 100 ഉമ്മകളിൽ ഒരെണ്ണം എനിക്ക് തന്നിരുന്നേൽ ഞാൻ ആക്റ്റീവ് ആയിരുന്നേനെ. ആര് കേൾക്കാൻ, ആരോട് പറയാൻ. എനിവേ, ഹാപ്പി ബർത്ത്ഡേ കിച്ചു. അവൻ്റെ സംസാരം കേട്ട് അവൾക്ക് ചിരി പൊട്ടി. സോറി ഏട്ടാ, ക്ഷമിക്കണേ. ഇനിയിപ്പോൾ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചോട്ടോ, കിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വീണ്ടും അവരുടെ സംസാരങ്ങൾ നീണ്ടുപോയിക്കൊണ്ടിരുന്നു. തുറന്നിട്ടിരിക്കുന്ന ജനലുകൾ വഴി ശക്തിയിൽ വീശുന്ന കാറ്റ് മുറിക്കുള്ളിലെ കർട്ടനുകൾ വല്ലാതെ ഉലച്ചുകൊണ്ടിരുന്നു. ജനലിനരികിലെ ചാഞ്ഞ ചെമ്പകക്കൊമ്പിൽ പൂത്ത ചെമ്പകപ്പൂക്കളെല്ലാം കാറ്റിൻ്റെ ശക്തിയിൽ ഇതളുകൾ പൊഴിച്ചുകൊണ്ട് കിച്ചുവിൻ്റെ റൂമിലേക്ക് വീണുകൊണ്ടിരുന്നു. മുറിയിലാകെ ഒരു ഗന്ധർവൻ്റെ സാന്നിധ്യം പോലെ. ഇടയ്ക്കിടെ ദൂരെയെങ്ങോ മിന്നൽ പിണരുകൾ ഭൂമിയിലേക്ക് പതിക്കുന്ന വെട്ടം ആകാശച്ചെരിവിലെങ്ങോ തെളിയുന്നുണ്ട്. ഈ ഫെബ്രുവരിയിൽ മഴ പെയ്യോ? കിച്ചുവിൻ്റെ ചോദ്യം കേട്ട് ദേവ് പൊട്ടിച്ചിരിച്ചു. മഴയ്ക്കങ്ങനെ കാലമൊന്നുമില്ല കിച്ചു, അതിന് പെയ്യാൻ തോന്നുമ്പോൾ അങ്ങ് പെയ്യും. ഉള്ളിൽ ചേർത്ത് വെച്ച സങ്കടങ്ങൾ താങ്ങുവാനാവാതെ ആകാശം പെയ്തൊഴിയും അല്ല ദേവട്ടാ? എക്സാക്ട്ലി. എൻ്റെ റൂമിനുള്ളിൽ നിറയെ ചെമ്പകമാണ് ഞെച്ചു. നല്ല കാറ്റ്, മഴ എവിടുന്നോ ഇരമ്പി വരുന്നുണ്ട്. നിങ്ങൾ കിടന്നോ? സമയം ഒത്തിരി ലേറ്റായി. നീ എന്നാ കിടന്നോ? ഗുഡ് നൈറ്റ്. ഓക്കെ ഡാർലിംഗ്, ലവ് യു. ഓ ഷിറ്റ്, കറണ്ട് പോയി. അയ്യോ, ടോർച്ച് ഓൺ ചെയ്യിച്ചു. ഡോർ ലോക്ക് ചെയ്യിട്ടോ, അടുത്ത് ഹാളും ഇല്ലേ? ഹേയ് ജസ്റ്റ് കൂൾ ഡൗൺ നെച്ചു. ഐ വിൽ ടേക്ക് കെയർ ഓഫ് മൈ സെൽഫ്. തൊട്ടപ്പുറത്തെ റൂമിൽ ഹാളും ഉണ്ടല്ലോ. ബൈ ദ വേ, ആ ചെക്കനെ സങ്കടപ്പെടുത്താതെ പോയി കിടക്കാൻ നോക്ക് നെച്ചുമ്മ. അപ്പോൾ ബൈ. കോൾ കട്ട് ചെയ്തതിന് ശേഷം കിച്ചു തുറന്നു കിടന്ന ബാൽക്കണിയിലെ ഡോറിലേക്ക് പോയി നിന്നു. മിന്നലിൻ്റെ വെട്ടം ഇടയ്ക്കിടെ തെളിയുന്നുണ്ട്. അവൾ മൊബൈൽ ടോർച്ച് ഓൺ ചെയ്തു. മഴ ഒരിരമ്പലോടെ ഭൂമിയെ വന്ന് പുലുകി തുടങ്ങി. കുറച്ച് നീങ്ങിയൊഴുകുന്ന പുഴയിലേക്ക് അവൾ കണ്ണുനട്ടു നിന്നു. വളരെ ശാന്തമായി ഒഴുകുന്ന പുഴയിലേക്ക് തുള്ളിക്കൊരുകുടം എന്ന പോലെ പതിക്കുന്ന മഴത്തുള്ളികൾ. മനസ്സിനെ വല്ലാതെ കുളിരണിയിക്കുന്ന ആ കാഴ്ച അങ്ങനെ നോക്കി നിൽക്കുവാൻ തോന്നും. ചാഞ്ഞുകിടക്കുന്ന ചെമ്പകക്കൊമ്പിലേക്ക് പെട്ടെന്ന് അവളുടെ നോട്ടമെത്തുമ്പോൾ കാണുന്നത് ആ കൊമ്പിലൂടെ ഒരു രൂപമത ബാൽക്കണിയിലേക്ക്. അവളുടെ കാലുകളും കൈകളും ഒരുപോലെ തളർന്നു പോയി. ഗായത്രിയുടെ ചിന്തയിൽ നെഞ്ചിടിച്ച് നിൽക്കുന്ന സമയം എത്ര ശ്രമിച്ചിട്ടും ശബ്ദമുയരുന്നില്ല. അവസാനം സകല ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവൾ ഉച്ചത്തിലലറി, ശിവേട്ടാ. പക്ഷേ മഴയുടെ ചിലമ്പിച്ച ശബ്ദത്തിൻ്റെ തീവ്രതയിൽ അവളുടെ ആ മുത്തുപോലുള്ള ശബ്ദം മഴയിൽ ചേർന്ന് ഒഴുകിപ്പോയിരുന്നു. ആ ശ്രമം പാഴായെന്ന് തോന്നിയപ്പോൾ അവൾ വീണ്ടും ശിവയെ വിളിക്കുവാൻ മുതിർന്നതും അവളുടെ പിന്നിലൂടെ അരക്കെട്ടിൽ ഒരു കൈ ചുറ്റിവരിഞ്ഞ് മറുകൈ കൊണ്ട് അവളുടെ ചുണ്ട് രണ്ടും ബന്ധിച്ച് ചേർത്ത് പിടിച്ച് ബാൽക്കണിയിലെ ആഞ്ഞിലിയുടെ തൂണുമ്മേൽ അവളെ ചേർത്ത് നിർത്തി. ആ കൈയുടെ മൃദുലതയും തണുപ്പും അവളുടെ അരക്കെട്ടിൽ അറിഞ്ഞപ്പോഴാണ് അവൾ ഞെട്ടിക്കൊണ്ട് ആളെ നോക്കുന്നത്. ഒച്ച വെക്കാതിടി ചീവിടിനുണ്ടായവളെ. നനഞ്ഞു കുതിർന്ന മുടിയിലൂടെ ഒഴുകിയിറങ്ങുന്ന മഴത്തുള്ളികൾ അവൻ്റെ മീശയിലൂടെ ഒഴുകിയിറങ്ങി അവൻ്റെ തുടുത്ത അധരങ്ങളിലേക്ക് പാത തീർത്തു. നനഞ്ഞിരിക്കുമ്പോൾ അവയ്ക്ക് അസ്വാഭാവികമായ ഒരു ഭംഗി തോന്നുന്ന പോലെ. അവളുടെ നോട്ടം മുഴുവൻ അവൻ്റെ ചുണ്ടുകളിലേക്കാണെന്ന് അറിഞ്ഞപ്പോൾ അവൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ ഒന്നൂടെ മുറുക്കിക്കൊണ്ട് അവൻ ഈറനോടെ അവളുടെ നെഞ്ചിലേക്ക് അമർന്നു നിന്നു. ശ്വാസം പോലും കടക്കുവാൻ കഴിയാത്ത അത്രയും അടുത്തേക്ക്. അന്തരീക്ഷത്തിലെ തണുപ്പും അവൻ്റെ കൈകളുടെ മാർദ്ദവവും അവളെ മറ്റേതോ ലോകത്തേക്ക് കൊണ്ടുപോയിരുന്നു. അവളെ ചേർന്ന് നിൽക്കുമ്പോൾ അവളുടെ ശരീരത്തിലെ ഇളഞ്ചൂട് അവനിലേക്ക് പ്രവഹിക്കും പോലെ തോന്നിയവന്.
അന്തരീക്ഷം അത്രയും തണുത്തിരുന്നിട്ടും അത്രയും മഴ പെയ്തുകൊണ്ടിരുന്നിട്ടും അവളുടെ കഴുത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് അവനിൽ എന്തൊക്കെയോ വികാരങ്ങൾ ഉണ്ടാക്കിയിരുന്നു. മറ്റൊന്നും ചിന്തിക്കാതെ അവളുടെ കഴുത്തിടുക്കിലേക്ക് അവൻ്റെ താടിയിട്ടുരച്ചുകൊണ്ട് അവൻ്റെ അധരങ്ങളിലെ മുദ്രണം ചേർക്കുമ്പോൾ അവൾ ഒരു വേള ആ തൂണിൽ ചാരിക്കൊണ്ട് ഉയർന്നു പൊങ്ങിയിരുന്നു. ചായ ഏങ്ങിക്കൊണ്ട് അവൾ അറിയാതെ വിളിച്ചു പോയിരുന്നു. അവളുടെ ആ വിളിയിൽ അവളുടെ അരക്കെട്ടിലെയും ചുണ്ടുകളിലെയും പിടിവിട്ട് അവൻ അവളെ അവനിലേക്ക് അണച്ച് കെട്ടിപ്പിടിച്ചു, ഇറുക്കെ ഇറുക്കെ. അവളുടെയും വികാരങ്ങൾക്ക് വേലിയേറ്റങ്ങൾ സംഭവിച്ചിരുന്നതുകൊണ്ട് അവൾ അറിയാതെ തന്നെ അവൻ്റെ പിൻകഴുത്തിലേക്ക് 2 കൈകളും ചേർത്ത് പിടിച്ചിരുന്നു. കഴുത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന അവൻ്റെ അധരങ്ങൾ അവളുടെ മാറിടുക്കിലേക്കെത്തവേ അവൾക്ക് പെട്ടെന്നെന്തോ ഓർമ്മ വന്നതുപോലെ അവനിൽ നിന്നും പിടിവിട്ടവനെ എതിർത്തു. ഇയാൾ എന്താ ഇവിടെ? ഞൊടിയിടയിൽ അവളുടെ ഭാവം മാറിയതിൽ അവന് എക്സൈറ്റ്മെൻറ്റ് തോന്നിയിരുന്നു. ഓയെ ഹലോ, ഇയാളോടാ ചോദിച്ചേ, ഇയാൾ എന്താ ഇവിടെ? അത് ഈ അസമയത്ത് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ വെപ്രാളത്തോടെ ചോദിച്ചു. വീണ്ടും വീണ്ടും മുഖത്തൂടെ ഒലിച്ചിറങ്ങുന്ന വെള്ളം അവൾ ഇട്ടിരിക്കുന്ന ടോപ്പ് ഉയർത്തി തുടച്ചുകൊണ്ടവൻ മുടിയും തുവർത്തി അവളെ നോക്കി. അവനിൽ നിന്നും ഒരിക്കൽ പോലും അത്രയേറെ അവകാശത്തോടെ അങ്ങനെയൊരു നീക്കം അവൾ പ്രതീക്ഷിച്ചതേയില്ല. എന്തോ ആ പെരുമാറ്റത്തിൽ അവനിലേക്ക് അവൾ ഒന്നുകൂടെ അലിഞ്ഞതുപോലെ. ഇത്രയും സമയം ഞാൻ നനഞ്ഞുവന്ന് നിന്നിട്ട് എൻ്റെ തല ഒന്ന് തുവർത്തി തരുവാൻ പോലും നിനക്ക് തോന്നിയില്ലല്ലോ പെണ്ണെ? വശ്യമായി അവളെ നോക്കിക്കൊണ്ടവൻ ചോദിച്ചു. ഓ പിന്നെ, ഇയാളെന്ത് എൻ്റെ കെട്ടിയോ വല്ലതും ആണോ? അവൻ എന്തു പറയുമെന്ന് അറിയുവാൻ കൂടിയാണ് അവൾ അങ്ങനെ പറഞ്ഞത്. ഞൊടിയിടയിൽ അവളുടെ മുടിക്കത്തിൽ പിടുത്തമിട്ടുകൊണ്ട് അവൻ അവളുടെ മുഖം അവൻ്റെ നെറ്റിമേലേക്ക് മുട്ടിച്ച് ചേർത്ത് വെച്ചു. യു ആർ മെയിൻ എവർ ആൻഡ് എവർ. ഐ വാണ്ട് ടു ബി യുവർ എവറിത്തിങ്. പിന്നിലേക്ക് തല വലിച്ചുകൊണ്ടവൾ അവൻ്റെ നെഞ്ചിലേക്ക് അവളുടെ കൈകൾ തടവച്ചു. മുഴുവനായും നനഞ്ഞൊട്ടിയ ബ്ലാക്ക് ടീഷർട്ടിൻ്റെ തുറന്നുകിടക്കുന്ന മറവിലൂടെ അവളുടെ കൈകൾ പതിച്ചു നിൽക്കുന്നത് അവൻ്റെ രോമാവൃതമായ നെഞ്ചിൻകൂട്ടിലെ പൊന്നിൻ കുരിശിലും മഹാദേവൻ്റെ ലോക്കറ്റിലുമാണ്. ശക്തിയായി വീശുന്ന കാറ്റിലുലയുന്ന അവൻ്റെ മുടിയും ഇടയ്ക്കിടെ പായുന്ന മിന്നൽ പിണരുകളാൽ തെളിയുന്ന വെളിച്ചത്തിലും വീണ്ടും അവൻ്റെ ചുണ്ടുകൾ തെളിഞ്ഞു കാണാമായിരുന്നു. അവൻ്റെ ആ ഇളം പച്ചക്കണ്ണുകളുടെ തിളക്കം അവൾക്ക് താങ്ങുവാനാവാത്തതുകൊണ്ട് മാത്രം അവൾ അവനിൽ നിന്നും നോട്ടം പിൻവലിച്ചു. പ്ലീസ് ആരോൺ, ലീവ് മീ. ഇവിടെ നിന്ന് വേഗം പോ. ശിവേട്ടൻ ആരെങ്കിലും കണ്ടാലുണ്ടല്ലോ, എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്? പിന്നിലേക്ക് നോക്കിക്കൊണ്ടവൾ ചോദിച്ചു. നീ ആരെയാ ഇത്രയധികം പേടിക്കുന്നത് ശിവ? അവൻ പ്രായം കൊണ്ടും സ്ഥാനം കൊണ്ടും എനിക്ക് ഏട്ടനാണ്. പക്ഷേ എനിക്കേറെ പ്രിയപ്പെട്ട ഒന്നിൽ മാത്രമാണ് അവൻ്റെ കണ്ണുകളെന്ന് പണ്ടേ എനിക്കറിയാം. അത് ഞാൻ ഒരിക്കലും സമ്മതിക്കുകയുമില്ല. വാട്ട്സ് റോങ് വിത്ത് യു മിസ്റ്റർ ആരോൺ? മഞ്ഞപ്പിത്തമുള്ളവർക്കെല്ലാം മഞ്ഞയായി തോന്നും. അവളവനെ പുച്ഛിച്ചു. ഓ ഓഫ് കോഴ്സ്. ബൈ ദ വേ, അതൊക്കെ പോട്ടെ. കുറച്ചു മുന്നേ നീ എന്താ എന്നെ വിളിച്ചത്? ആ വിളി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ബട്ട് യു നോ സംതിങ്. അതെനിക്ക് സുഖിച്ചുട്ടോ. കെട്ടിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെ വിളിച്ചോ. ആ വിളി വല്ലാത്തൊരു ഫീലിംഗ് ആ പെണ്ണെ. ഇപ്പോൾ തന്നെ ഞാൻ അങ്ങ് കൊണ്ടുപോവട്ടെ? അവൻ കണ്ണിറുക്കിക്കൊണ്ട് ചോദിച്ചു. കേട്ടിട്ടുണ്ട് ഈ ഡയലോഗ് ഒത്തിരി കേട്ടിട്ടുണ്ട്. അവൾ ചെറികൊട്ടി. അവൻ അവളിലേക്ക് ഒന്നുകൂടെ ചേർന്നുകൊണ്ട് അവളുടെ കീഴ്ചുണ്ടിനെ അവൻ്റെ ചൂണ്ടുവിരലാലെ മെല്ലെ തഴുകിക്കൊണ്ട് പറഞ്ഞു. ഒന്നുകൂടെ ഒന്ന് വിളിക്ക് പെണ്ണെ, കൊതിയായിട്ടാ. അവൻ അത്രയേറെ മൃദുലമായി അവളോട് പറഞ്ഞു. ഒന്ന് വിറച്ചുകൊണ്ടവൾ അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ട് അവൻ്റെ ചെയ്തികൾ അവൾ തടഞ്ഞു. കാരണം അവൻ്റെ ഓരോ സ്പർശനത്തിലും അവൾക്ക് അവളെ തന്നെ നഷ്ടമായിക്കൊണ്ടിരുന്നു. പ്ലീസ് ആരോൺ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ. അവൾ അവന് നേരെ കപടദേഷ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു. നമുക്ക് രണ്ടാക്കും നന്നായി അറിയുന്ന കാര്യമാണ്. വി ബോത്ത് നോ ഇറ്റ്സ് വെരി വെൽ. വി ഫെൽ ഫോർ ഈച്ച് അതർ. പിന്നെ എന്തിനാർച്ച ഇത്രയും ബിൽഡപ്പ്? ഞാനിനി മറ്റൊരുവൾക്കും മനസ്സ് കൈമാറില്ല. നീയും അതെനിക്ക് നന്നായി അറിയാം. അതിലേറെ നിനക്കും. ഐ നോ ദാറ്റ് യു ലവ് മീ ലോട്ട്. ഐ കനോട്ട് അഫോർഡ് ടു ലോസ് യു അഗൈൻ ഡാ. ഇനി എന്നിൽ നിന്നും നിനക്കൊരു മോചനമില്ല പെണ്ണെ. ആൻഡ് ഞാനിപ്പോൾ ഇത്രയും റിസ്ക് എടുത്ത് ഈ മരം കയറി വന്നത് നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് സർപ്രൈസായൊരു ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഹാപ്പി ബർത്ത്ഡേ മൈ ഹേർട്ട്. അവളുടെ നെറ്റിമേൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് അവനത് പറയുമ്പോൾ അവളുടെ ചുണ്ടുകൾ എന്തുകൊണ്ടോ വിറച്ചു പോയിരുന്നു. കൺകോണിലെങ്ങോ കണ്ണുനീർത്തുള്ളികൾ താഴേക്ക് പെയ്യുവാൻ തിടുക്കം കൂട്ടിയതുപോലെ. ഐ മീൻ ലവ് വിത്ത് എവറി മൂമെൻറ്റ് ഐ സ്പെൻഡ് വിത്ത് യു ഡാ. ലവ് യു സോ മച്ച്. ഫോർ ഗിവ് മീ. അവളിൽ നിന്നും പിന്നിലേക്ക് നീങ്ങിക്കൊണ്ട് അവളുടെ 2 കവിളുകളും കൈ ചേർത്തുകൊണ്ടവൻ വീണ്ടും പറഞ്ഞു. പോക്കറ്റിൽ നിന്നും ഒരു റിംഗ് ബോക്സ് എടുത്ത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ അവൾക്ക് മുന്നിലായി മുട്ടിലിരുന്ന് ആ ബോക്സ് ഓപ്പൺ ചെയ്തു. നിന്നെ ആദ്യമായി കണ്ട സമയത്ത് നിനക്ക് വേണ്ടി ഞാൻ ആദ്യമായി പർച്ചേസ് ചെയ്തതാണ്. പിന്നീട് അങ്ങോട്ടൊന്നും തരാൻ പറ്റിയില്ല. ഐ തിങ്ക് ഇറ്റ്സ് ടൈം. സോ ഇനിയൊരു ചോദ്യം ഉണ്ടാവില്ല.
നിന്റെ മറുപടി പോലും കാക്കാതെ ഞാൻ കൊണ്ടുപോവും. ഈ ആരോണിൻ്റെ പെണ്ണായിട്ട് വിൽ യു ബി മൈൻ ഫോർ എവർ? മുട്ടിലിരുന്നു കൊണ്ട് അവൻ്റെ ആ ചോദ്യം കേട്ട് അവൾ തെല്ലും അവൻ്റെ കണ്ണുകളിലേക്ക് അങ്ങനെ നോക്കി നിന്നു പോയി. എൻ്റെ ബോധമില്ലാത്ത പെണ്ണെ, ഒരു റിപ്ലൈ താടി. എനിക്ക് ഫ്ലൈറ്റിന് സമയമാവുന്നു. അവൻ അവളെ വശ്യതയിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവനിൽ നിന്നും ആ റിങ് അവൾ സ്വീകരിച്ചില്ല. ഈ ഗിഫ്റ്റ് എനിക്ക് അർഹതപ്പെട്ടതാണോ എന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് വാങ്ങാം. ഇപ്പോൾ സർ പോകാൻ നോക്ക്, അടുത്ത മഴക്കുള്ള കോളുണ്ട്. അവനെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ അവൾ പറഞ്ഞു. ദേഷ്യം കയറിയപ്പോൾ അവളോട് യാത്ര പോലും ചോദിക്കാതെ അവൻ ചെമ്പകക്കൊമ്പിലേക്ക് ചാടി. പിന്നീട് തിരികെ ബാൽക്കണിയിലേക്കും. നീ എന്ന വാക്കിൽ എനിക്കൊരു ലോകമുണ്ടാർച്ച, നിനക്ക് മാത്രമുള്ള ഒരു ലോകം. അവൻ്റെ കണ്ണുകളിൽ എവിടെയോ ഒരു തേങ്ങൽ അവൾക്ക് വ്യക്തമായി കാണാമായിരുന്നു. അവൾ മറ്റൊന്നും ചിന്തിക്കുക പോലും ചെയ്യാതെ അവനെ തിരികെ ഇറുക്കെ പുണർന്നുകൊണ്ട് അവൻ്റെ നെറ്റിയിലും കണ്ണുകളിലും കവിളിലും കഴുത്തിലും ഭ്രാന്തമായി ഉമ്മ വെച്ചു. അവളുടെയും കണ്ണുകളിൽ ആ സമയം നീർത്തളം ഒഴുകുന്നുണ്ടായിരുന്നു. ഒരു സെക്കൻഡ് അവൻ്റെ ശ്വാസം നിലച്ചു പോയിരുന്നു. അവനിലേക്ക് പൂർണ്ണമായി അവൾ ചാഞ്ഞതുകൊണ്ട് നിലതെറ്റിയവൾ ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽസിൽ ഇടം കയ്യാലെ മുറുക്കി പിടിച്ചു. വലം കയ്യാലെ അവളുടെ അരക്കെട്ടിനെ ചുറ്റി വളഞ്ഞു. ഐ എം സോറി, ഐ എം ഓൾസോ ഇൻ ലവ് വിത്ത് യു ആൻഡ് ഐ മിസ്ഡ് യു സോ മച്ച്. നിന്നെ നഷ്ടപ്പെട്ടു പോയ ആ ജീവിതം ഒരിക്കൽ കൂടി ഞാൻ അനുഭവിക്കേണ്ടി വന്നാൽ ചത്തുകളയും ഞാൻ. അവൾ അവൻ്റെ കോളർ പിടിച്ചുലച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് നീ എന്നാൽ ഭ്രാന്താണ് ആരോൺ. ആരോൺ, ഈ പേരൊന്ന് അറിയുവാൻ എത്ര നാൾ കൊതിച്ചു. നിൻ്റെ ഈ പച്ചക്കണ്ണുകൾ, നിൻ്റെ മുടിയിഴകൾ, നിൻ്റെ ഈ കഴുത്തിലെ പൊന്നിൻ കുരിശും മഹാദേവനും, നിൻ്റെ ഈ ചുണ്ടുകൾ എല്ലാം എല്ലാം എൻ്റെ മാത്രമാണ്. അവളവൻ്റെ രോമാവൃതമായ നെഞ്ചിൽ ചുണ്ടുകൾ ചേർത്തു. അവനിൽ പെട്ടെന്നായിരുന്നു വൈദ്യുതി പ്രവഹിക്കുന്ന പോലെ എന്തോ ഒരു എനർജി ശരീരത്തിലേക്ക് പാഞ്ഞു കയറിയത്. അവളുടെ ചുണ്ടുകൾ കാണെ അവന് നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. അവളോട് കവിളിൽ കൈ ചേർത്തുകൊണ്ടവൻ പറഞ്ഞു. ആർച്ച, ഐ കാൺ ടോളറേറ്റ് നിന്റെ ഈ ചുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ടവൻ അവളുടെ ഇരു ചുണ്ടുകളും വന്യമായി ചുംബിച്ചുകൊണ്ടിരുന്നു. മേൽചുണ്ടും കീഴ്ചുണ്ടും വളരെ വേഗത്തിൽ അവൻ നുണഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ ഉമിനീരിനാൽ കുതിർന്ന അവളുടെ ചുണ്ടുകൾ എത്ര ചുംബിച്ചിട്ടും അവന് മതിവരാത്ത പോലെ തോന്നി. അവൻ്റെ കൈകൾ അവളിലേക്ക് ഓരോ കുസൃതി കാട്ടിത്തുടങ്ങിയപ്പോൾ അവൾ സ്വയം അവനിൽ നിന്നും പിൻവലിഞ്ഞു. മതി, ശ്വാസം പിടിച്ചുകൊണ്ടവൾ പറഞ്ഞു. ഐ എം സോറി ആർച്ച, ഐ കാനോട്ട് കൺട്രോൾഡ് മൈസെൽഫ്. എനിക്ക് അവൻ വാക്കുകൾക്കായി വിക്കി. നമുക്ക് മുംബൈയിൽ വന്നിട്ട് സംസാരിക്കാം ഇപ്പോൾ. യു ജസ്റ്റ് ലീവ് നൗ. അവളവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവളോട് യാത്ര പറഞ്ഞവൻ മനവിട്ടിറങ്ങുമ്പോൾ മട്ടുപ്പാവിലെ ആ രക്തരക്ഷസ് അടങ്ങാത്ത പകയോടെ അവരെ ഇരുവരെയും അങ്ങനെ നോക്കി നിന്നു. ഈ ഗായത്രിയെ ആർക്കും മനസ്സിലായിട്ടില്ല. ദേഹത്യാഗം ചെയ്ത് ദുരാത്മാവായി ഞാനിങ്ങനെ നടക്കുന്നതിൽ എനിക്കൊരു ലക്ഷ്യമുണ്ട്. അത് ഞാൻ നേടിയിരിക്കും. അവൾ കണ്ണിൽ നിന്നും രക്തം വാർത്തുകൊണ്ട് പറഞ്ഞു. കിച്ചുവിന് പ്രിയപ്പെട്ടതെല്ലാം ഒരു നിമിഷം കൊണ്ട് തിരിച്ചു കിട്ടിയ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കുമെന്നോർത്ത് ആകെ എക്സൈറ്റഡ് ആയിട്ട് റൂം മുഴുവൻ അവൾ ചിറകിട്ടടിച്ച് പറക്കുന്ന പൂമ്പാറ്റയെ പോലെ ഓടി നടന്നു. ഓടിയോടി വന്നു നിന്നത് അവളെ നോക്കി കൈ രണ്ടും പിണച്ചു കെട്ടി എന്നാക്കിക്കൊണ്ട് തലയാട്ടി നിൽക്കുന്ന ഹാളുവിൻ്റെ മുന്നിലും. സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ അവൾ ചിരിയടക്കി. നീ എപ്പോൾ വന്നു? അവൾ വിക്കി ചോദിച്ചു. ഞാനേ വന്നിട്ട് 10-26 വർഷമായി. എന്തേ, നീ ഇപ്പോഴാണോ അറിയുന്നേ? അതല്ല, റൂമിൽ എപ്പോൾ വന്നെന്ന്. സീരിയസ്ലി, ഞാനേ കട്ടിപ്പൂടിയുടെ സോങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിലെത്തിയതാ. പക്ഷെ ഞാനൊരു പിഞ്ചു കുഞ്ഞായതുകൊണ്ടും എൻ്റെ ഹൃദയത്തിന് താങ്ങുവാൻ പറ്റാത്ത കാഴ്ച ആയതുകൊണ്ടും ഡോർ ലോക്ക് ചെയ്ത് പുറത്ത് കാവൽ നിൽക്കുമായിരുന്നു ഡി ശവമേ. തേവരെ, എൻ്റെ ഒരു വിധി. അവൾ മുകളിലേക്ക് കൈമലർത്തി. കിച്ചു നല്ലൊരു ചിരി അങ്ങോട്ട് പാസാക്കി. എന്നാൽ എൻ്റെ കിച്ചു, സത്യത്തിൽ ആ കാഴ്ച കണ്ട് ഞാനൊന്ന് ഞെട്ടി. ദെൻ ഐ ആം ഹാപ്പി ഫോർ യു ഡി ആൻഡ് മെനി ഹാപ്പി റിട്ടേൺസ് മുത്തേ. കിച്ചുവിനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കവിളിൽ മുത്തി. താങ്ക് യു ചക്കരെ. കിച്ചു അവളെ തിരികെ കെട്ടിപ്പിടിച്ചു. പിന്നീട് ആരോൺ വന്ന് സംസാരിച്ച വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഹാളു കിച്ചുവിനോടൊപ്പം കൂടി. രണ്ടാളും വിശേഷങ്ങൾ പറഞ്ഞ് എപ്പോഴോ ഉറങ്ങി. പിറ്റേന്ന് രാവിലെ അച്ചമ്മ കൊടുത്ത വാടാമല്ലി നിറമുള്ള കരയുടെ സെറ്റും മുണ്ടും അണിഞ്ഞ് നാഗപടം അണിഞ്ഞ് കാതിൽ ജിമിക്കിയിട്ട് വാലിട്ട് കണ്ണെഴുതി പിറന്നാളുകാരി കുളിച്ചൊരുങ്ങി ഹാളുവിനൊപ്പം തേവരെ കണ്ട് വണങ്ങാനിറങ്ങി. കിച്ചൂട്ടാ. പിന്നിൽ നിന്നും ശിവയുടെ വിളികേട്ടാണ് രണ്ടാളും നിന്നത്. എന്തായാലും ഇത്രയൊക്കെ ഒരുങ്ങിയില്ലേ? ഇതാ ഈ മുല്ലപ്പൂവിൻ്റെ ഒരു കുറവ് വേണ്ട. കൈക്കുടന്ന് നിറയെ മുല്ലമാല നീട്ടിക്കൊണ്ട് ശിവ പറഞ്ഞു. ശിവയുടെ കയ്യിൽ നിന്നും അത് വാങ്ങി തലയിൽ ചൂടുമ്പോൾ കിച്ചുവിൻ്റെ മനസ്സിൽ ഇന്നലെ ആരോൺ പറഞ്ഞ വാക്കുകളായിരുന്നു. പക്ഷേ എനിക്കേറെ പ്രിയപ്പെട്ട ഒന്നിൽ മാത്രമാണ് അവൻ്റെ കണ്ണുകൾ. ഇനി ഈസ് ശിവേട്ടൻ ലവ്സ് മീ? അവൾ സ്വയം ആലോചിച്ചു. കിച്ചുവിനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന ശിവയെ ഒരു മാത്രം ഹാളു അങ്ങനെ നോക്കി നിന്നു.